ഖിടുക്കി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന അല്ല, നമുക്കൊരു പാസേജ് തരുന്നുണ്ടാവും അല്ലെങ്കിൽ പാരഗ്രാഫ് തരുന്നുണ്ടാവും. ഈ പാരഗ്രാഫിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവിടെ വരാനായിട്ട് സാധ്യതയുള്ള 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഖിടുക്കി നാമക് പാഠ് കാ ലേഖക് കോൻ ഹേ? ഈ ഖിടുക്കി എന്ന് പറയുന്ന പാഠഭാഗം ആരാണ് എഴുതിയിട്ടുള്ളത്? അഞ്ജു ഗർബന്തയാണ് എഴുതിയിട്ടുള്ളത്. അഞ്ജു ഗർബന്ത. രണ്ടാമത്തത്, യഹ് കിസ് വിധ കി രചന ഹെ? ഇത് ഏത് തരത്തിലുള്ള, കിസ് വിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള രചനയാണ്, കഥയാണോ കവിതയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യഹ് ഏക് ലഘു കഥ ഹെ? ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ലഘുകഥയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷാദി കാ ബുലാവ കഹാം സെ ആയ? ഷാദി അതായത് മാരേജിന്റെ, വിവാഹത്തിനായിട്ടുള്ള ക്ഷണം എവിടെ നിന്നാണ് വന്നത്? ഹോഷിയാർപുർ സെ, ഹോഷിയാർപുരത്തിൽ നിന്ന്. ഷാദി കെ ലിയെ കൈസെ ജാനെ കോ തയ് കിയ? കല്യാണത്തിന് പോകാനായിട്ട് എങ്ങനെ പോകാനാണ് അവർ തീരുമാനിച്ചത്? തയ്ക്കുക എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചത്. ജനറൽ കോച്ച് സെ ജാനെ കോ, അതായത് ജനറൽ കോച്ചിൽ പോകാനായിട്ടാണ് തീരുമാനിച്ചത്. ബീവി ബച്ചെ ക്യോം നാരാസ് ഹുയെ? എന്തുകൊണ്ടാണ് ഭാര്യയും മക്കളും സമ്മതിക്കാതിരുന്നത്? ക്യോം കി, എന്തുകൊണ്ടെന്നാൽ വേ അവർ എ സി കോച്ച് മേം ജാനാ ചാഹത്തെ തേ? അവർക്ക് എ സി കോച്ചിൽ പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, ഓർ അത് മാത്രമല്ല, ലേഖകനാണെങ്കിൽ എന്ത് ചെയ്തു? ജനറൽ കോച്ച് മേം ജാനേക്ക നിശ്ചയിക്കുക. ലേഖകനാണെന്നുണ്ടെങ്കിൽ ജനറൽ കോച്ചിൽ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നിശ്ചയിക്കുക. യാത്ര മേം ജ്യാദ പരേശാനി നഹീം ഹുയി? ക്യോം? എന്തുകൊണ്ടാണ് യാത്രയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്? കാരണം എന്തായിരുന്നു? ഓക്കെ, ആൻഡ് ബിഫോർ ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ദില്ലി സെ ഹോഷിയാർപൂർ തക് കിത്തനെ ഘണ്ടെ കാ സഫർ താ? ദില്ലിയിൽ നിന്ന് ഹോഷിയാർപുരത്തിലേക്ക് കിത്തനെ ഘണ്ടെ, എത്ര മണിക്കൂറത്തെ സഫർ, സഫർ എന്ന് പറഞ്ഞാൽ യാത്ര, എത്ര മണിക്കൂറത്തെ യാത്രയുണ്ട്? ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ, ഏകദേശം 8 മണിക്കൂറത്തെ. ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8 ഘണ്ടെ, മണിക്കൂറിന്റെ യാത്രയുണ്ട്. കാ സഫർ, സഫർ എന്ന് പറഞ്ഞാൽ യാത്രയുണ്ട്. ഓക്കെ, യാത്ര മേം ജ്യാദ പരേശാനി നഹീം ഹുയി? യാത്രയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ക്യോം കി, എന്തുകൊണ്ടെന്നാൽ സീറ്റ് ബുക്ക് ധി എന്ന് പറഞ്ഞാൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേ ലോഗ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലേനെ കോ സോച്ചാ? ക്യോ? അവര് ജനറൽ കോച്ചിൽ പോയിട്ട് അതിന്റെ ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? അതായത് ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട്. ഗിഡ്കി വാലി സീറ്റ് ജബഡ്ലി, അതായത് വിൻഡോ സൈഡിലുള്ള സീറ്റ് പിടിച്ചു ആരാ? കോൻ, ആരാണ്? ബച്ചോനെ, അതായത് കുട്ടികളാണ്. വേ ലോഗ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലേനെ കോ സോച്ചാ? ക്യോം? എന്തുകൊണ്ടാണ് അവര് ഈ ജനറൽ കോച്ചിൽ പോയിട്ട് അതിന്റെ ഒരു സന്തോഷം കണ്ടെത്താം എന്ന് തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? ക്യോം കി, എന്തുകൊണ്ടെന്നാൽ ഹൽക്കി, കുറച്ച്, ഹൽക്കി ഹൽക്കി എന്ന് പറഞ്ഞാൽ കുറേശ്ശെ ആയിട്ട്, സർദി ദി, തണുപ്പുണ്ടായിരുന്നു. സർദി, തണുപ്പ് കേട്ടോ. ഓക്കെ, സാത്ത് സാത്ത് ജനറൽ മേം സഫർ കർണേക്ക ആനന്ദ് ബി ചാഹത്തെ? അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൽക്കി സർദി ദി, കുറേശ്ശെയായിട്ട് തണുപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല, ജനറൽ കോച്ചിൽ പോകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, बीवी बच्चों को एसी കോച്ച് में जाना पसंद था? क्यों? ഭാര്യയ്ക്കും കുട്ടികൾക്കും എ സി കോച്ചിൽ പോകാനായിരുന്നു താല്പര്യം. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. എന്തുകൊണ്ടാണ്? ഓക്കെ, ക്യോങ്കി ആരാംദായക് ഹോത്താ ഹെ? ആരാമദായക് എന്ന് പറയുന്നത് വളരെയധികം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ, ആരാം സ്ലോലി, ഭയങ്കര റഷ് ഒന്നും ഇല്ലാണ്ട് കൂളായിട്ട് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, മഷ്ഗൂൽ ഹോന മത്ലബ് ക്യാ ഹെ? മഷ്ഗൂൽ ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടില്ല. മഷ്ഗൂൽ ഹോന എന്ന് പറയുന്നത് ലീൻ ഹോന എന്ന് പറഞ്ഞാൽ ലയിച്ചു പോവുക. അതായത് ഇപ്പോൾ നമ്മൾ സംസാരത്തിൽ ലയിച്ചു പോയി എന്നൊക്കെ പറയില്ലേ, അതാണ് മഷ്ഗൂൽ ഹോന കേട്ടോ. സംസാരത്തിൽ ലയിച്ചു പോവുക, ലീൻ ഹോന. ലീനം ലായകം എന്നൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? ഓക്കെ, മഷ്ഗൂൽ ഹോന എന്ന് പറഞ്ഞാൽ ലയിച്ചു പോവുക, ലീൻ ഹോന. ഷാൾ ബേസ്നെ കെ ലിയെ കോൻ ആയി? ഷാൾ വിൽക്കാനായിട്ട് ആരാണ് വന്നത്? ഏക്ക് സാംബ്ലി സലോനി യുവതി ആയി, ഒരു നല്ല കറുത്ത, നല്ല കണ്ണുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പത്നിനെ ഷാൾ ഖരീദ് ലി കിത്തനെ റുപയെ ദേക്കർ? ഭാര്യ ഷാൾ വാങ്ങാനായിട്ട് എത്ര രൂപയാണ് കൊടുത്തത്? 750 രൂപയല്ലേ? ഓക്കെ, 750 രൂപയ്ക്കാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പത്നിനെ കിത്നി ഷാൾ ഖരീദി? ഭാര്യ എത്ര ഷാളുകൾ മേടിച്ചു? 5 ഷാളുകളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പത്നിനെ 5 ഷാലേം ഖരീദി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഥാനായകി കെ പിതാജി ക്യാ കർത്തേ ഥേ? കഥാനായകന്റെ അച്ഛൻ എന്താണ് ചെയ്തിരുന്നത്? ഓക്കെ, അദ്ദേഹം റെയിൽഗാഡി തീവണ്ടിയിൽ സാമാൻ ബേച്തേ ഥേ, സാധനങ്ങളൊക്കെ വിൽക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ഓക്കെ, യെസ്. ഓക്കെ,
ആൻഡ് കഥാനായികി ആംഖോ മേ വഹി നമ്മി ആയി. ഈ കഥാനായകന്റെ പിതാജിയുടെ ആണ് ട്ടോ, അച്ഛന്റെ കണ്ണിൽ നിന്നും ഇത്തരത്തിലൊരു നമി എന്ന് പറഞ്ഞാൽ നനവ് വന്നിരുന്നു. യഹാം വഹി നമി സെ താല്പര്യ ക്യാ ഹെ. ഈ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ നമി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് കേട്ടോ. എന്ത് അർത്ഥത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഷാൾ ബേസ്നെ വാലി ലഡ്കിക്ക് ആംഖോ മേം ആയേ, അതായത് ഈ ഷാള് വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും വന്നിരുന്ന ദുഃഖ് ഓർ സംഘർഷ് കെ ഭാവ് സെ താല്പര്യ ഹെ, വഹി ഭാവ് ഉൻകെ പിതാക്കി ആംഖോ മേം ഭി ആതേ ദേ. അതായത് ഇവിടെ ഷാള് വിൽക്കാൻ വന്നിട്ടുള്ള കുട്ടിയുടെ കണ്ണിൽ നിന്ന് വളരെ ദുഃഖത്തിന്റെയും സംഘർഷത്തിന്റെ ഒക്കെ ആ ഒരു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ണ് നിറയും. പല രീതിയിൽ നമുക്ക് കണ്ണ് നിറയുള്ളൂ. സന്തോഷം കൊണ്ട് കണ്ണ് നിറയാം, സങ്കടം കൊണ്ട് കണ്ണ് നിറയാം. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സംഘർഷവും വിഷമവും, അതുകൊണ്ടാണ് കണ്ണ് നിറഞ്ഞിരുന്നത്. ഇതേ ഒരു നനവാണ് ഇദ്ദേഹത്തിന്റെ, ഈ പറയുന്ന ലേഖകന്റെ അച്ഛന്റെ കണ്ണിൽ നിന്നും ഉണ്ടായിരുന്നത്. നമി എന്ന് പറഞ്ഞ നനവ് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മുझे दुकान खोलनी है क्या? എനിക്കെന്താ കട തുടങ്ങാനാണോ എന്ന് ചോദിച്ചില്ലേ. യഹ് കിസ്നെ കഹ, ഇത് ആരാ പറഞ്ഞേ? യഹ് പത്നിനെ കഹ, ഭാര്യയാണ് പറഞ്ഞത്. എനിക്കെന്താ കട തുടങ്ങാൻ. ആ കുട്ടി പറഞ്ഞില്ലേ, യുവതി പറഞ്ഞില്ലേ, കൂടുതൽ ജ്യാദ ഷോൾ മേടിക്കുകയാണെങ്കിൽ കം കരുതുകി, അതായത് പൈസ കുറച്ച് തരാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചായിരുന്നു, പത്നി ചോദിച്ചായിരുന്നു, എനിക്കെന്തിനാ ദുഖാൻ ഗോലി ഹെ ക്യാ, അതായത് എനിക്കെന്താ കട തുടങ്ങാനാണോ ചോദിച്ചു. उसने आंखें तरेर कर मुझे चुप रहने का संकेत किया. यहाँ वह और मैं किनका सूचक है. അപ്പോൾ അവള് എന്നെ നോക്കിയിട്ട് കണ്ണുകൊണ്ട്, ഞാൻ ആദ്യം കണ്ണുകൊണ്ട് എന്ത് ചെയ്തു, വേണ്ട ഷോ ഒന്നും മേടിക്കണ്ട എന്നുള്ള രീതിയിൽ കാണിച്ചു. ആരാ? നമ്മുടെ പതി. ഓക്കെ, അതായത് ലേഖക് പതി കാണിച്ചു. പക്ഷെ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? സങ്കേത് കിയ എന്ന് പറയുമ്പോൾ സൂചന നൽകി. ഓക്കെ, യഹാം, ഓക്കെ അത് പറഞ്ഞു. യെസ്. അപ്പൊ കഥാനായകനാണ് വഹ് എന്ന് പറയുന്നത്, മേം എന്ന് പറഞ്ഞ കഥാനായകന്റെ പത്നിയാണ് വഹ് എന്ന് പറയുന്നത്, മേം എന്ന് പറഞ്ഞ കഥാനായകനാണ് കേട്ടോ. ഓക്കെ, സുന്ദർ എന്ന് പറയുന്നതിന്റെ സമാനാർത്ഥമായിട്ടുള്ള ശബ്ദം ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സുന്ദർ എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന വേർഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള സലോനിയാണ് കേട്ടോ. സലോനി, സുന്ദർ, സലോനി. ഓക്കെ, മനസ്സിലാക്കണം. 20ാമത്തെ ചോദ്യം, വിശേഷൺ ശബ്ദ ചുനേം. വിശേഷണ ശബ്ദ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദസ്തക്, ഷാൾ, കജ്രാരി, യുവതി. ഏതാണ് വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞാൽ? കജ്രാരിയാണ്. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താണ് ചോദ്യങ്ങൾ. നമുക്ക് പാരഗ്രാഫ് അല്ലെങ്കിൽ പാസേജ് തന്നിട്ട് അതിൽ നിന്ന് എഴുതാനുള്ളതായിരിക്കും. എങ്കിൽ കൂടി ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാവുന്നതായിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 21ാമത്തേത് നമുക്കിത് പഠിക്കാം. സർവനാമം അതുപോലെ തന്നെ പ്രത്യയം ഒക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. മേ പ്ലസ് കോ മുജയാണ്. അത് നമുക്ക് ഒരു ഗ്രാമർ സെഷൻ ഉണ്ട്, ഗ്രാമർ സെഷനിൽ നമുക്ക് പഠിക്കാം. വേറൊരു ചോദ്യം, സഹി പ്രസ്താവൻ ചുൻ കർ ലിഖിയേ. ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതാനാണ്. ഏതാണ്? ആരാ നമ്മുടെ ഖിഡ്കി വാലി സീറ്റ് പിടിച്ചത് ആരായിരുന്നു? ചപട്ലി എന്ന് പറഞ്ഞത് ബച്ചോ ആയിരുന്നു. ബച്ചോനെ ഖിഡ്കി വാലി സീറ്റ് ചപട്ലി. യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് ഒക്കെ ആണല്ലോ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും, ഖിഡ്കി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക. 9746421402. ഓക്കെ.